ഇറാഖ് അധിനിവേശത്തിന്റെ 35-ാം വാർഷിക ദിനത്തിൽ കുവൈത്ത് 1990 ഓഗസ്റ്റ് 2-നാണ് ഇറാഖ് കുവൈത്തിലേക്ക് കടന്നു കയറിയത്. ഇരുട്ടിന്റെ മറവിൽ പുലർച്ചെ 2 മണിയോടെ ഇരച്ചു കയറിയ സൈന്യത്തിനും ടാങ്കറുകൾക്കും മുന്നിൽ കുവൈത്തിന്റെ പ്രതിരോധ സേന പൊരുതി നോക്കിയെങ്കിലും അടിച്ചമർത്തപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ കുവൈറ്റ് സിറ്റി പിടിച്ചെടുത്ത ഇറാഖ് സൈന്യം പ്രവിശ്യ സർക്കാർ പ്രഖ്യാപിച്ചു. കുവൈത്തിലെ വൻ എണ്ണശേഖരത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തു. ഇറാഖ് നടപടിയെ ഐക്യരാഷ്ട്രസഭ ഏകകണ്ഠമായി അപലപിച്ചിട്ടും കുവൈത്തിൽ നിന്ന് സേനയെ പിൻവലിക്കാൻ സദ്ദാം ഹുസൈൻ വിസമ്മതിച്ചു. ഇതോടെ 1991 ജനുവരി 16-ന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ 34 രാജ്യങ്ങളടങ്ങിയ സഖ്യസേന ഇറാഖിനെതിരെ പ്രത്യാക്രമണം ആരംഭിച്ചു. സൗദി അറേബ്യയിൽ നിന്നും പേർഷ്യൻ ഗൾഫിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. ശക്തമായ ആക്രമണത്തിൽ ഇറാഖ് വിറച്ചു. ഫെബ്രുവരി 24-ന് സഖ്യസേന കരാക്രമണം ആരംഭിച്ചതോടെ ഇറാഖ് സായുധ സേന കീഴടങ്ങി. 1991 ഫെബ്രുവരി 26-ന് കുവൈത്ത് മോചിപ്പിക്കപ്പെട്ടു. കുവൈത്തിന്റെ സാമ്പത്തിക ശക്തി സ്രോതസ്സായ എണ്ണക്കിണറുകൾ തേടിപ്പിടിച്ച് തീയിട്ടാണ് ഇറാഖ് സേന മടങ്ങിയത്. 639 എണ്ണക്കിണറുകൾക്കാണ് സൈന്യം തീയിട്ടത്. ആകാശം മുട്ടയുയർന്ന കറുത്ത പുകയുടെ നിഴലിലായിരുന്നു പിന്നീട് മാസങ്ങളോളം രാജ്യം. 2231 കുവൈത്തികൾ ഇറാഖ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 10,000-ങ്ങൾക്ക് പരിക്കേറ്റു. 10,000-ങ്ങൾ പലായനം ചെയ്തു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നു. മരണം മുന്നിൽ കണ്ട ദിനങ്ങൾ പ്രവാസികളുടെ മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല. ദിവസങ്ങൾ നീണ്ട പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും ബാക്കിപത്രവുമായി നാട്ടിലെത്തിയ മലയാളികൾ അനവധിയാണ്. ഇറാഖിനും യുദ്ധം ബാക്കി നൽകിയത് നഷ്ടം മാത്രം. കുറഞ്ഞത് 25,000 ഇറാഖി സൈനികർ കൊല്ലപ്പെടുകയും 75,000-ത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 35 വർഷങ്ങൾക്കിപ്പുറവും സമ്പദ് സമൃദ്ധിയുടെ പിൻബലത്തിൽ കുവൈത്ത് നടുനിവർത്തി നിൽക്കുമ്പോഴും അധിനിവേശം വരുത്തിവെച്ച കെടുതികളുടെ സ്മരണകൾ ഇന്നും ഈ മണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല.